ഹലോ ഗൈസ്, പോകുന്നതിന് മുന്നേ നമുക്ക് 1-2 ഫ്രണ്ട്സിനെ കാണാനുണ്ട്. പിന്നെ കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്, അതൊക്കെ തീർക്കണം. അത് നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ലാമിയ സ്കൂളിലോട്ട് പോകാം. മോഡൽ എക്സാം ആണ്. എന്നിട്ട് ഇന്നലെ രാത്രി 11 മണിക്കാണ് വീട്ടിൽ കയറിയത്. പഠിച്ചാലതൊക്കെ അപ്പൊ ചക്ര നമ്മളിപ്പോ എവിടെ നിക്കണേ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ പറഞ്ഞാൽ ഒത്തിരി ദൂരെ കുറച്ച് ഇവിടെ അകത്തോട്ട് കയറണമെങ്കിൽ റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, മറ്റേ മുണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇവിടെ മീനൊക്കെ അവർക്ക് പൊരിയിട്ട് കൊടുക്കുന്നല്ലേ. നേരം അമ്പലത്തിൽ കയറുന്നില്ല, അതുകൊണ്ട് നമ്മള് പുറത്തിങ്ങനെ നിന്നിട്ട് പോയി നോക്കുന്നു. നല്ല രസമുണ്ടല്ലോ ആകാശമൊക്കെ, അടിപൊളി. അപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന എവിടെയാണ്? സുനിൽ വാക്സ് മ്യൂസിയം. നമ്മള് ഇവിടെ വന്നപ്പോ ഒരു വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സംഭവമാണ്. 2019 നമ്മൾ 19 നമ്മൾ പി ജിക്ക് കയറുന്നത്. അപ്പോ നമ്മള് പക്ഷെ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. കേട്ടിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടില്ല. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള വാക്സ് മ്യൂസിയം എന്നാണ് പറയപ്പെടുന്നത്. 40 മെഴുകു പ്രതിമകളാണ് ഉള്ളത്. അപ്പോ നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പോയി നോക്കാം. ഇത്രയും സ്റ്റാച്ചു ഉണ്ട് ഇവിടെ. 40 പറയണേ. ഹായ്, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. അടിപൊളിയല്ലേ? ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അതാണ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാരും പേര് എഴുതിയിട്ടുണ്ടല്ലേ എല്ലാത്തിന്റെ സൈഡിലും. ഇപ്പൊ ഇവിടെ എത്ര കറക്റ്റ് 40 അല്ലേ പറഞ്ഞവര്? അവിടെ 40 പേര് എഴുതിയേക്കും. ഈ കെട്ടിടത്തിന് തന്നെ ഒരുപാട് കാലത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം. ശരിക്കും ആ ഫേസ് ഒക്കെ നല്ല ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ്. ഡീറ്റെയിൽസ് വരെ കൈയുടെ കണ്ടില്ലേ? രസം. ഡീറ്റെയിൽസ് വിരലും നഖവും ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണ്. അങ്ങനെ പിടിക്കുന്നേ, അതുകൊണ്ട് അങ്ങനെ അത് ജവഹർലാൽ നെഹ്റുവിന്റെ സൈഡിൽ നിന്നൊക്കെ ഉണ്ടോ? ആ മൂക്ക് ഭയങ്കര രസല്ലേ, കണ്ണില് ഭയങ്കര തീഷ്ണത. ഫിനിഷിങ് ഭയങ്കര. പിന്നെ നമുക്കറിയാലോ, അഭിനന്ദൻ വർത്തമാൻ. താഴെ കണ്ടോ സായിബാബ? ഹായ്, പ്രകാശ് രാജ്. പക്ഷെ പ്രകാശ് രാജ് നമുക്ക് അത്ര കുഴപ്പമില്ല. കുറച്ചുപേര് കൂടുതലുണ്ട്. ഓ, ഇതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള കൈകൾ.
ലഹാൻ ഉണ്ടാക്കിയത്. അതെ, അതിന്റെ ചെറിയ ബയോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ബിൽഡിങ്ങിന്റെ ഒരു സ്ട്രക്ചർ ഒക്കെ കണ്ടില്ലേ, എല്ലാം പഴയ ഇതാണ്. മറ്റേ മച്ച് പോലെ ഉണ്ടോ, മറ്റേ മരത്തിന്റെ ഒക്കെ പണ്ട് മറ്റേ രാജകൊട്ടാരൊക്കെ ഉണ്ടായിരുന്ന സമയത്തുള്ള. ഓ എന്റെ പൊന്നി, പണ്ടത്തെ തിരുവനന്തപുരം. ഇതാണ് ബിൽഡിങ്. ഇതുണ്ടോ? പാർക്കിംഗ് ഗ്രൗണ്ട് അതല്ലേ. വാക്സ് മ്യൂസിയം കണ്ടു, അടിപൊളിയായിരുന്നു. ഒരു അരമണിക്കൂറത്തെ കേസേ ഉള്ളൂ. പക്ഷെ കൊള്ളാം, എല്ലാ പ്രതിമകളും ഒരിക്കൽ എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ? അരമണിക്കൂർ താഴെ ഉള്ളൂ, പെട്ടെന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മള് എങ്ങനെ കാണുന്നു അതുപോലെ വായിക്കുന്നു എന്നുള്ളത് പോലെയൊക്കെ ഇരിക്കും. മൊത്തമായിട്ട് ഭയങ്കര ഡീറ്റെയിൽ നോക്കാനാണ് കുറച്ചു നേരം പിടിക്കും. അതെ, അല്ല വേഗം കണ്ടു ഒരു ഹാഫ് ആൻ അവർ തീരുന്ന അത്രേ ഉള്ളൂ. പക്ഷെ വൺസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോ നമുക്ക് ഈ മാഡം സൈറ്റ്സിലൊന്നും പോകാനുള്ള സൗകര്യം ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെന്താ, അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇറങ്ങി പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ചിപ്സ്, ഫ്രൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന കുറെ കടകളുണ്ട്. അപ്പൊ ഓഫീസിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. ചിപ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്, നോക്കിക്കോ. നമുക്ക് ഏതാണ്ട് നമുക്ക് ചക്ക മതിയോ? ഇതൊന്നെടുത്തോ. ടെസ്റ്റിംഗ് ഒക്കെയോ? ടെസ്റ്റ് ഒക്കെ ചെയ്യോ നീ? നമ്മൾ ചക്ക എടുത്തു. ക്ഷീണിച്ചു, സത്യം ക്ഷീണിച്ചു. ഇവിടെ ബാംഗ്ലൂർ ഇത്ര വെയിലില്ലല്ലോ, അവിടെ വേർപ്പില്ലല്ലോ. വെയിലുണ്ടെങ്കിൽ ആ ഒരു ചൂടില്ല, ഇവിടെ നല്ല ചൂടുണ്ട്. മറ്റേ നമ്മളിവിടുത്തെ എല്ലാ കുടുംബശ്രീകളെയും പരിപാടിക്ക് എല്ലാത്തിനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തിനോട് വന്നിട്ട് വെയിലായതുകൊണ്ട് തണുപ്പിൽ വന്നിരിക്കുന്നു. സെലിബ്രിറ്റി ആങ്കർ, നമ്മൾ അവനെ തപ്പട്ടെ. ഇതാ വരുന്നതാണ് അൽ സെലിബ്രിറ്റി ആങ്കർ അഖിൽ തുളസീധരൻ. ക്യാമറ ക്യാമറ കണ്ട ഇതുവരെ പേടി മാറിയില്ലേ? ക്യാമറ ഇല്ലാതെ ജീവിക്കാൻ പറ്റൂലല്ലോ. ക്ഷീണിച്ചു. നമ്മള് കനകൊന്ന് പോയി, മ്യൂസിയം പോയി, ഫ്രണ്ട്സിനെ കണ്ടു. ഉമ്മച്ചിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. രണ്ട് ഫ്രണ്ട്സിന്റെ പേര് അഖിലായോട്, രണ്ട് അഖിൽസിനെ കണ്ടു, വർത്താനൊക്കെ പറഞ്ഞു. നമ്മൾ അതിന്റെ ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ചു. വീഡിയോ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. ഒരു വെള്ളമൊക്കെ കുടിച്ചു. ഇനിയിപ്പോ നമ്മളിത് ലാമിയയുടെ സ്കൂളിന്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യണം, ലാമിയയെ വിളിക്കാൻ വേണ്ടിട്ട്. അവർക്ക് എക്സാം കഴിഞ്ഞു. ഇനിയിപ്പോ അവളെ വിളിക്കണം, വീട്ടിൽ പോകണം, ഫുഡ് ചെയ്യണം, ഇറങ്ങണം. ഇനി ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. നമ്മളതാ തിരിച്ച് ട്രെയിൻ കയറിയിരിക്കുന്നു. പറയൂ, എന്തുണ്ട് വിശേഷം? എന്ത് വിശേഷം? വൈകുന്നേരം ചായ കുടിക്കാൻ പറ്റിയില്ല, പക്ഷെ ഭയങ്കര ചൂടത്ത്. ഈ ചൂടിൽ ചായ കുടിക്കാൻ തോന്നുന്നു. ചായ കുടിക്കുന്നതാണ്. വെള്ളം കുടിച്ചു. രാത്രിക്ക് ഉമ്മച്ചി ചപ്പാത്തി തന്നിട്ടുണ്ട്, മീൻകറി തന്നിട്ടുണ്ട്, കഴിക്കണം. ഉച്ചയ്ക്ക് നല്ല ചോറും മീൻകറിയും ഇഞ്ചിക്കറിയും ഒക്കെ ഉപ്പേരി കൂട്ടി മീൻ വറുത്തതൊക്കെ കൂട്ടി നല്ല കഴിച്ചു. മീൻ കഴിക്കാൻ ഒരു ആഗ്രഹമായിരുന്നു അല്ലേ? അത് ഉമ്മച്ചി വന്ന സമയത്തും മീനായിരുന്നു, പോകുമ്പോഴും മീനായിരുന്നു. പിന്നെ അമ്മയുടെ കൂടെ ആയതുകൊണ്ട് പുറത്ത് പോകുമ്പോഴൊക്കെ ഫുള്ള് ചിക്കൻ ആയിരുന്നല്ലോ. മഞ്ഞ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഗൈസ്, ഞങ്ങൾ ബാംഗ്ലൂർ എത്തി ഗൈസ്. ഇപ്പൊ കണ്ട് ആരാ വന്നത്? ഇതെവിടെ ഒരു ഭാഗത്ത് നീ ഒതുങ്ങിക്കടാ. ചാടല്ലേ
കണ്ട വരണില്ലത്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. വേറെ പോയി എടുത്തു. നമ്മൾ പിന്നെ വന്നിട്ട് കുറച്ച് പണിയൊക്കെയായിരുന്നു. അലക്കും പരിപാടിയൊക്കെ ആയിട്ട് ബിസി ആയി പോയി. ഒന്ന് ക്ഷീണായി. പിന്നെ ക്ലൈമറ്റ് ഇച്ചിരി നല്ല തണുപ്പുണ്ട്. 15 ഡിഗ്രിയാണ്. മറ്റേ മൂടൽ മഞ്ഞൊക്കെ കണ്ടില്ലേ, 15 ഡിഗ്രിയാണ്. അതുകൊണ്ട് തൊണ്ടയൊക്കെ ചെറുതായിട്ട് നിറച്ചിട്ടുണ്ട്. പക്ഷെ എന്നാ നമ്മള് അടിച്ചു പൊളിച്ചു, ട്രിപ്പൊക്കെ അടിച്ചു പൊളിച്ചു. നല്ലൊരു ബ്രേക്ക് ആയിരുന്നു അല്ലേ? അപ്പോ നമ്മള് ഇനിയും ബെറ്റർ ആയിട്ടുള്ള വീഡിയോസും കണ്ടന്റും വ്ളോഗുകളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. വീണ്ടും കാണുന്നത് വരെ എല്ലാവരും നന്നായിരിക്കട്ടെ. ബൈ. വേറെ ബൈ കൊടുക്കൂ. ബൈ.